അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഫങ്ഷണൽ ഹെൽത്തിലേക്കുള്ള അപ്രോച്ച് നമ്മൾ തുടങ്ങുന്നത് ഈ റൂട്ട് കോസ് അനാലിസിസ് വെച്ചിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഒരു റൂട്ട് കോസിലേക്ക് എത്തുന്നത് പലപ്പോഴും പുവർ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയുള്ള സ്പോക്സ് ഒക്കെ ഒന്നും കൂടി ടൈറ്റ് ചെയ്യണം. റൂട്ട് കോസ് എന്താണ്? അനാരോഗ്യം അല്ലെങ്കിൽ അനാരോഗ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന മൂലകാരണങ്ങൾ എന്തൊക്കെയാണ്? മൂലകാരണങ്ങൾ അറിയുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ പല കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെയും അതിന്റെ ഡെപ്തിലേക്ക് പോയി അന്വേഷിക്കുന്നത്? ഇതെന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രതിവിധികൾ പലതും ചെയ്തിട്ടും പിന്നെയും എന്തുകൊണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ആവുന്നു? നമ്മൾ ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അപ്രോച്ചാണ്. ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ ആശുപത്രികളും അവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ മരുന്നുകളും ചികിത്സാ രീതികളും ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇനീഷ്യലി പോകുന്നത്. പക്ഷെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എനിക്കിതിലുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ആർക്കും രോഗം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും രോഗം ഭേദമായിട്ട് വേണം അവിടുന്ന് പോവാൻ. ഇപ്പൊ ഇന്ന് രാവിലെയും ഒരു ന്യൂസിൽ ഞാൻ വായിച്ചത്, ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് ഒരു സ്ഥലത്ത് നിന്ന് ചികിത്സ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഇറങ്ങി, എന്നിട്ട് കുട്ടിക്കാണ്, അപ്പൊ ഒരു കാലിന് കുറച്ച് സ്വാധീനക്കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല, അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളൂന്ന്. എന്നിട്ട് വീട്ടിലെത്തി പിന്നെയും വേദന കൂടിക്കൊണ്ടിരിക്കുന്നു, ബലക്കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് ഇഞ്ചക്ഷനിൽ എന്തോ സംഭവിച്ചതാണെന്ന്. എന്നിട്ട് അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അതിനുശേഷം ആ ഡോക്ടറും ചികിത്സിച്ച നഴ്സും അവർ രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലാണെന്നാണ് ഞാൻ കേട്ടത്. സോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന പേഷ്യന്റ് പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ട് വേണം ഇറങ്ങാൻ. ഹോസ്പിറ്റലിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള ആരും ആരോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ടുള്ള ബെയർ മിനിമം അതുമായിട്ടെങ്കിലും അവർ മരിക്കാൻ പാടില്ല, അല്ലെ? അങ്ങനെ ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ളതെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്കൊരു പക്ഷെ ഹോസ്പിറ്റൽ വളരെ കൂടുതൽ സഹായകരമാകും. അതല്ലെങ്കിൽ നമ്മൾ ഈ മൂലകാരണങ്ങൾ അറിഞ്ഞിട്ട് അതിൽ മാറ്റം വരുത്തുന്നതായിരിക്കില്ലേ, അല്ലെങ്കിൽ കാരണത്തിന് പിഴുതോട് കൂടിയിട്ട് കളയുന്നതായിരിക്കില്ലേ, വേരോട് കൂടിയിട്ട് കളയുന്നതായിരിക്കില്ലേ നല്ലത്, അല്ലെ? ശരിക്കും പല റിപ്പോർട്ടുകളും ഉണ്ട്. ഞാൻ എല്ലാ റിപ്പോർട്ടുകളിലേക്കും ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഇത്രയും മാത്രം. 2025 ആകുമ്പോഴേക്ക് 60 മില്യൺ ഇന്ത്യൻസ് വിൽ സഫർ ഫ്രം ആർത്രൈറ്റിസ്. മുട്ടുവേദനയും അല്ലെങ്കിൽ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇത്രയും ആൾക്കാർക്ക് 60 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് അല്ല, ഒരു നമ്പർ അല്ല. ന്യൂസ് വീക്ക്, ഇന്ത്യ ടുഡേ, ടൈംസ് അല്ലെങ്കിൽ ഇവരൊക്കെ പലപ്പോഴും ഇന്ന് ആരോഗ്യ മാസികകളായാലും മാതൃഭൂമി, മലയാളം ഒക്കെ ഇറക്കുന്നുണ്ട്. എന്തിനാ ആരോഗ്യ മാസികകള്? രോഗത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാ? അല്ല, ആരോഗ്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള മാസികകളല്ലേ അത്. അവിടെയും പക്ഷെ ഹെഡ്ലൈൻ എന്താ? ഡയബറ്റിസ്, അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പികളും ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എന്തുകൊണ്ട് അവര് മുഖ ചിത്രത്തിൽ തന്നെ കൊടുക്കുന്നു? കാരണം അതിനാണ് മാർക്കറ്റ്, അല്ലെ? അതിനാണ് മാർക്കറ്റിംഗില് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കട്ടിങ് ഇപ്പോഴും ഇന്നെടുത്തതൊന്നുമല്ല. ഇത് ഓൾമോസ്റ്റ് 4 വർഷം മുമ്പ്, കോവിഡ് വരുന്നതിന് മുമ്പുള്ള ഒരു കട്ടൗട്ടാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ടും ഇതൊന്നും മാറിയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും കാണുന്ന മാസികകളിലൊക്കെ ഇതൊക്കെ തന്നെയല്ലേ കാണുന്നത്. സോ ഇവിടെ ജസ്റ്റ് ആ
പഴയതും പുതിയതുമായിട്ടുള്ള ഒരു ചെറിയ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ ഉണ്ടായിരിക്കുന്ന മലേറിയ, ഡിഫ്തീരിയ, കോളറ, വൂപ്പിംഗ് കഫ് ഇതുപോലെയുള്ള രോഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രോഗങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാരണം ഉണ്ടായിരുന്നു. വൈറസ്, ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ്, സം ഇൻഫെക്ഷൻ. അപ്പൊ ആ ഇൻഫെക്ഷനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്നുകിൽ പാരസൈറ്റിനെ കൊല്ലുക, അതല്ലെങ്കിൽ ആ പാരസൈറ്റ് ഈവൻ മൈക്രോബ് വരാനുണ്ടായ സാഹചര്യം നമ്മൾ ഒഴിവാക്കുക, വെള്ളം ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ കൊതുക് വരാതിരിക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിനെ നിവാരണം ചെയ്യാമായിരുന്നു, ഉന്മൂലനം ചെയ്യാമായിരുന്നു, അല്ലെ? പക്ഷെ ഇന്നിപ്പോഴുള്ള കണ്ടീഷൻസ് മേ ബി കഴിഞ്ഞ ഒരു 1990-കൾക്ക് ശേഷമാണ് ഇവ ഇത്രയും കൂടിയത്. ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അൽഷിമേഴ്സ് രോഗമാണോ? ഓർമ്മക്കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ആക്ച്വൽ മനുഷ്യൻ സാധാരണഗതിയിൽ സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ട മനുഷ്യൻ മറ്റ് പല പ്രശ്നങ്ങളും കാരണം, ഈവൻ മാനസികമായിട്ടുള്ള ചലഞ്ചുകൾ കാരണം അവർക്ക് ആ സന്തോഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാരണം ഉണ്ടോ? ഇല്ല. അതിന് കോസ് എന്തുകൊണ്ടാണ് അത് വന്നത്? മൾട്ടിപ്പിൾ കോസസ് ആണ്. ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമല്ല അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് രീതി? അത് സിംഗിൾ അല്ല, ഒറ്റ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിസൾട്ട് കിട്ടില്ല, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് രീതി സിംഗിൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അവിടെ ആരോഗ്യത്തിനെ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടി വരും. ആ ഒരു കാര്യത്തിലേക്കാണ് ഇനി ഞാൻ എത്തുന്നത്. ശരിക്കും ഈ ഹോസ്പിറ്റൽ ഇന്നിപ്പോഴുള്ളത് ഒരു പക്ഷേ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആരും അവിടെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട്, മേ ബി ആരെങ്കിലും കാണാൻ പോകുന്നതാണെങ്കിൽ കൂടി ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ പോകാറില്ല. നമ്മളവിടെ വളരെ വിഷമിച്ചാണ്, അല്ലെങ്കിൽ പലപ്പോഴും അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ അവസ്ഥ കാണുമ്പോൾ വളരെ മോശം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഉള്ളില് മാനസികമായിട്ട്. അവിടെ ഒരു ഡിസീസ് മാനേജ്മെന്റ് ആണ് നടക്കുന്നത്. ആ ഡിസീസ് മാനേജ്മെന്റിനെ നമുക്ക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് ഈ ഡിസീസ് മാനേജ്മെന്റിന് പകരം ആരോഗ്യത്തിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നറിയണമെങ്കിൽ റൂട്ട് കോസിലേക്ക് പോകണം. കാരണം അത് വരാനിരുന്ന കാരണങ്ങൾ, ഇപ്പോ ഡിസീസസ് എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ അതിന്റെ പുറത്തുള്ള സിംറ്റംസ് മാത്രമേ കാണുന്നുള്ളൂ. ഡയബറ്റീസ് വരുന്നു എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും, അതുകൂടാതെ മാക്സിമം ഒന്ന് ഇപ്പൊ നമ്മൾ HbA1c ചെക്ക് ചെയ്യും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോമാർക്കർ എന്നാ പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചില ടെസ്റ്റ് റിപ്പോർട്ടുകൾ വഴിയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന മാർക്കിങ്സ്, അല്ലെ? ഈ ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ ഈ HbA1c അല്ലെങ്കിൽ 3 മാസത്തെ നമ്മൾ ആ ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ റൂട്ട് കോസിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇൻസുലിൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിലത്തെ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ റീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ ഡയബറ്റീസ് കൊണ്ട് മറ്റു പല സിറ്റുവേഷൻസിലേക്ക് എത്തുന്നില്ലേ? യെസ്. ഇപ്പൊ റീസെന്റ് എന്റെ ഒരു രാജസ്ഥാനിലുള്ള ഒരു ക്ലയന്റ്, അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു. ഓവർനൈറ്റ്, രാത്രി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അയാൾ പെട്രോൾ പമ്പിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അയാള് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് തുടങ്ങി. ട്രീറ്റ്മെന്റിൽ ഏറ്റവും മേജറായിട്ട് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡയബറ്റീസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അവിടെ ഡയബറ്റീസിലേക്ക് നമ്മൾ എത്തി? അയാളുടെ കണ്ണിന്റെ കാഴ്ചയല്ലേ പോയത്, അല്ലെ? നമ്മൾ കണ്ണിന്റെ കാഴ്ചയെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് പല പല കാര്യങ്ങളും ഉണ്ട്. അവിടെ ഈ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ക്യാൻസറോ ഹെർട്ട് ഡിസീസോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവിടെ നമ്മൾ എത്താനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായാൽ, ഒരുപക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബാലൻസസ് ശരിയാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇംബാലൻസസ്, നമ്മൾ ഇരിക്കുന്ന പോസ്ചർ. കഴിഞ്ഞ ദിവസം ഞാൻ ഈവൻ അണ്ടർ വെയ്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ സ്ട്രക്ചറും പോസ്ചറിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലമേറ്ററി ഇംബാലൻസസ്, അകത്ത് ESR കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്.
ഈ ഹോർമോണലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ഇംബാലൻസസും നമ്മുടെ ശരീരത്തിന്റെ ചില അവസ്ഥകളിൽ അത് ഒരുപക്ഷെ പെട്ടെന്ന് സഡൻ ആയിട്ട് വന്നിട്ട് വളരെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അത് ഇന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതെന്ന് പറയാം. ഡയബറ്റീസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ ഒരു കാര്യം എന്നുള്ളതുകൊണ്ട് അത് പറയുന്നത്. ഡയബറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 13 വർഷത്തോളം എടുക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു അവസ്ഥ വന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഇറ്റ്സ് സ്ലോലി ആണ് നമ്മുടെ ഉള്ളിലേക്ക് അത് അല്ലെങ്കിൽ നമ്മുടെ പുറത്തേക്ക് അത് എത്തുക, സിംറ്റംസിലേക്ക് എത്തുക. അതുപോലെ തന്നെ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരുവിധം സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ക്യാൻസർ ഒരു 10 വർഷമെങ്കിലും നമ്മുടെ ഉള്ളിലായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും, പിന്നെയാണ് നമ്മളതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈവൻ ഒത്തിരി കേസസ് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് നിർത്തിയിട്ട് ഏകദേശം 58-ാമത്തെ വയസ്സിലും മറ്റോ ആണ് അദ്ദേഹം സിഗരറ്റ് സ്റ്റോപ്പ് ചെയ്തത്. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് 14 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നത്. പിന്നെയും 2.5 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല റൂട്ട് കോസസും നമ്മുടെ ഉള്ളിൽ തുടങ്ങിയിരിക്കുന്നത് മേ ബി പല വർഷങ്ങൾ മുമ്പായിരിക്കാം. സോ ഇവിടെ ഒരു കാർട്ടൂൺ വഴി ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മേ ബി ഒരു ഹോസ്പിറ്റലിലെത്തിയോ അല്ലെങ്കിൽ ഒരു വീട്ടിലെത്തിയോ ഒരു പണിക്കാരനാണ്. ഇദ്ദേഹം അവിടെ ക്ലീൻ ചെയ്യണം. സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അവിടെ വെള്ളം വീണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ നല്ല മോപ്പ് എടുത്തിട്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ക്ലീൻ ചെയ്യാണ്. എന്താ കാരണം? വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും പെട്ടെന്ന് ക്ലീൻ ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ. ഈ വെള്ളം തൂവുന്നത് എത്ര നേരം അയാൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? മേ ബി വളരെ കുറച്ചു നേരം, അല്ലെ? കാരണം എന്താ? പൈപ്പ് അദ്ദേഹം അടച്ചിട്ടില്ല. വാട്ടർ ടാപ്പ് എപ്പോഴാണോ അടക്കുന്നത് അതിനുശേഷം അയാൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തിന് കണ്ടിന്യൂസ് പണി ഉണ്ടാവും. ഒരുപക്ഷെ ഇങ്ങനെയല്ലേ നമ്മുടെ സിംറ്റംസിനെ ഇന്നിപ്പോഴ് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, മരുന്നുകൾ ഉപയോഗിച്ച്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയബറ്റീസിന്റെ തന്നെ, ഡയബറ്റീസിന് പല ടാബ്ലറ്റുകളും കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇൻസുലിൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിന്റെ റിയാക്റ്റീവ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെയുള്ള പല ഹെൽപ്പിംഗ് മെത്തേഡും ആണ് ചെയ്യുന്നത്. ഇതൊന്നും ശരിയാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻസുലിൻ എന്ന ഹോർമോൺ ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ എടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഡോസേജ് പിന്നെ കൂടി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല ടാബ്ലറ്റുകളും മറ്റു പല സിംറ്റംസിലേക്കും എത്തിക്കും എന്നുള്ളത് വേറൊരു കാര്യം. ഉദാഹരണത്തിന് ഇപ്പൊ ഇദ്ദേഹത്തിനെ തന്നെ എടുത്തോ. ഇദ്ദേഹം വളരെ നേരമായിട്ട് ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പൊ എന്ത് പറ്റും? ഈ ക്ലീൻ ചെയ്യുന്നതിന്റെ എഫക്റ്റീവ്നെസ് കുറയും. അതുകൂടാതെ അദ്ദേഹം സ്വന്തമായിട്ട് വേർക്കും. അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു അഴുക്കുകളും അവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സൈഡ് എഫക്റ്റുകൾ പലപ്പോഴും ഡ്രഗ്സിനുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. ഉദാഹരണത്തിന് ഇതേ ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി പലപ്പോഴും ടൈപ്പ് 3 അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലെയുള്ള ടൈപ്പ് 3 ഡയബറ്റീസ് എന്നാ പറയുക, അൽഷിമേഴ്സ് പോലെയുള്ള ന്യൂറൽ പ്രശ്നങ്ങളിലേക്ക്, ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു റീസൺ പോലും ഇതാണെന്ന് പറയാറുണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ. സോ മരുന്നുകൾ ഒഴിവാക്കാനല്ല, മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴേ അതിനു മുമ്പ് ആ റൂട്ട് കോസിനെയും കൂടി ഒഴിവാക്കണം. അല്ലെങ്കിൽ റൂട്ട് കോസിനെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക, ഉന്മൂലനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഒരു ഫങ്ഷണൽ ഹെൽത്ത് അപ്രോച്ച് എങ്ങനെയാണ് വരിക? റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ ഫങ്ഷണൽ ഹെൽത്ത്, നമ്മുടെ ബോഡിയുടെ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത്, ഓപ്റ്റിമൽ ഹെൽത്ത് എന്ന് പറയാം, നമ്മുടെ ബോഡി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അല്ലെ? എല്ലാ സമയത്തും പ്രവർത്തിക്കാനാവില്ല. നമ്മുടെ മാനസിക നില, നമ്മുടെ ശാരീരിക നില, നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ മറ്റു പല ഫാക്ടേഴ്സും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഫങ്ഷണൽ ഹെൽത്തിലേക്കുള്ള അപ്രോച്ച് നമ്മൾ തുടങ്ങുന്നത് ഈ റൂട്ട് കോസ് അനാലിസിസ് വെച്ചിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഒരു റൂട്ട് കോസിലേക്ക് എത്തുന്നത് പലപ്പോഴും
പുവർ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ജെനറ്റിക്സ്, ഒരു പ്രോൺ എന്ന് പറയാം നമുക്ക്. ജെനറ്റിക്സ് എന്ന് പറയുന്നതിന് ഒരു കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒത്തിരി ജീനുകളുണ്ട്. ഈ ജീനുകൾ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൽ നിന്നോ നമ്മളിലേക്ക് ഒരുപാട് സ്വഭാവ സവിശേഷതകൾ എത്തിക്കുന്നുണ്ട്. ഈ ജീനുകളുടെ ഒരു കൂട്ടം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവയാണ്. അങ്ങനെയുള്ള ജീനുകൾ, അപ്പൊ അവർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ചില ഡിസീസസ് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ അത് ജീനിലേക്ക് എത്തും. ആ ജീനുകൾ വഴി അത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന് ഒരു റെഡിനെസ് കൊടുക്കുകയാണ്. ബട്ട് ഇവിടെ ജെനറ്റിക്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ പാരന്റ്സിലേക്ക് മാത്രം എടുക്കണ്ട. കാരണം ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡഡ് ഗൺ എന്നാ ജെനറ്റിക്സിനെ പറയാം, നിറ തോക്ക് എന്ന് പറയാം. ഇപ്പോ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ CRPF ജവാന്മാരെ കാണും അല്ലെ. എല്ലാവരുടെയും തോക്കും ഉണ്ടാവും, മിക്കവാറും പേരുടെയൊക്കെ കയ്യിൽ. എല്ലാവരുടെയും തോക്കില് അവര് അത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എനി ടൈം ദർ റെഡി ഫോർ ഫയറിങ്. കാരണം അങ്ങനെയുള്ള ഈവൻ ബോർഡറിലൊക്കെ അങ്ങനെയാണ്. സോ ഈ ഒരു CRPF ജവാൻ എപ്പോഴാണ് അത് തോക്കെടുത്ത് ഉപയോഗിക്കുക? എപ്പോഴാണോ അതിന്റെ ആവശ്യം വരുന്നത്. മേ ബി ഒരു ടെററിസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ അദ്ദേഹം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്രയും ത്രെട്ടനിങ് ആണെങ്കിൽ മാത്രമേ അദ്ദേഹം ആ ഒരു തോക്ക് ഉപയോഗിക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജെനറ്റിക്സും ഓൾമോസ്റ്റ് അതുപോലെയാണ്. നമ്മൾ ആ നിറതോക്ക് ഓൾറെഡി നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴാണ് അതിനെ ഫയറിങ്ങിന് വേണ്ടി കാപ്പബിൾ ആക്കി വയ്ക്കുന്നത്? മറ്റ് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ അതിനെ ഒത്തിണക്കി കൊണ്ടുവരുമ്പോൾ. CRPF ജവാനെ കൊണ്ടുപോയിട്ട് ഒന്ന് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഫിംഗർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് മോശം കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാ. ഞങ്ങളുടെ മീൻസ് ആ ഒരു പെരുമാറ്റത്തിൽ കൂടിയാണ് അയാൾക്ക് സംശയം തോന്നുന്നത്. ഈവൻ നമ്മുടെ ജെനറ്റിക്സും ഒരുപക്ഷെ അതുപോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ട്രോമ, നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന പല ട്രോമാറ്റിക് ഇൻസിഡൻസും നമ്മുടെ ഉള്ളിൽ അത് ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും എന്ന് പറയാം. പക്ഷെ ആ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് പുറത്തേക്ക് വരുന്നില്ല. ഈവൻ മേ ബി 10-40 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരാളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു പ്രശ്നം പുറത്തേക്ക് വരുന്നില്ല. ബട്ട് ആ ഓർമ്മ ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കുണ്ട്. അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനെ പല കാര്യങ്ങളും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരം അവിടെ ഉണ്ടാവില്ല. ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം. എല്ലാ സമയത്തും ആ ഓർമ്മ ശരീരത്തിന് ആവശ്യമില്ല. ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ ഓർമ്മ ഉപയോഗിക്കും. ആൻഡ് ഇത് നമ്മുടെ മനസ്സ് അറിഞ്ഞു ചെയ്യുന്ന ഒരു കാര്യം പോലും ആയിരിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുന്നത്. ഹിപ്നോതെറാപ്പിയിലൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അത് നടക്കുന്നത്. ടോക്സിക് തോട്ട്സ്, ടോക്സിൻസ് എന്ന് ആസ് എ ഹോൾ പറയാൻ പറ്റും. ടോക്സിക് തോട്ട്സ്, നമ്മൾ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും മോശം രീതിയിൽ സ്വാധീനിക്കും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ്. ശരീരം നമ്മള് വേരുള്ള ആൾക്കാരല്ല അല്ലെ. ഒരു സസ്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സസ്യത്തിന് വേരുണ്ട്, അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ നമ്മള് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നടന്നിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. ലോക്കോമോഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കാൽനടയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നോർമലി നമ്മൾ നടക്കുന്ന ഒരു നടത്തം നമ്മുടെ എക്സസൈസിൽ കൂട്ടുകയും ചെയ്യേണ്ട. അതിന് മുകളിലുള്ള എക്സസൈസ്, ലാക്ക് ഓഫ് എക്സസൈസ്, നമ്മൾ മീൻസ് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, അപ്പർ ബോഡിയുടെ മൂവ്മെന്റ്സ്, വെറും കാലിന്റെ മൂവ്മെന്റ്സ് അല്ല പറയുന്നത്. അങ്ങനെയുള്ള ഒരു രീതി ഒരു പക്ഷെ നമുക്കില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, ഷുവറായിട്ടും പല ന്യൂട്രിയൻ, ഞാൻ അതിലേക്ക് വേറൊരു സ്ലൈഡ് കൊണ്ടുണ്ട്, അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ പുവർ റിലേഷൻഷിപ്പ്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒക്കെ പല നല്ല ബന്ധങ്ങളും ആവശ്യമുണ്ട്. അത് വീട്ടിൽ മാത്രമല്ല, വീട്ടിന് പുറത്തും ആവശ്യമുണ്ട്. ദിവസവും പോകുന്ന ബസ്സിലെ കണ്ടക്ടർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ചിരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളായിരിക്കാം. ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിന് നമ്മുടെ പല ഹോർമോണുകളുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റ്, ശരീരത്തിന് ഒരല്പം വിശ്രമം കിട്ടുന്നതും ആ റിപ്പയർ മെക്കാനിസം നടക്കുന്നതൊക്കെ അവിടെയാണ്.
ടോക്സിൻസിനെ പറ്റി പറഞ്ഞു. പല ടോക്സിൻസും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. ഇതൊക്കെ കൂടാതെ ഇപ്പോഴും പോലും നമ്മൾ മീൻസ് അത്രയും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ? വൈഫൈ. വൈഫൈയെ പറ്റി ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. സ്റ്റഡീസ് കൂടാതെ പ്രാക്ടിക്കലി എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവരുടെ വീട്ടില് പുതിയ വീട് വാങ്ങിച്ചപ്പോഴേ അവര് ഇൻഡോർ പ്ലാന്റ്സ് 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ്സ് ഫസ്റ്റ് കയറി ചെല്ലുന്ന ആ ഹാളിൽ തന്നെ വളരെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതേ സമയത്ത് അവര് വീട്ടിലേക്ക് വൈഫൈ പുതിയ കണക്ഷൻ എടുത്ത സമയത്ത് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നത് ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നതിന്റെ 2 സ്റ്റേജ് മുകളിലായിരുന്നു. മീൻസ് കുറച്ച് മുകളിലായിട്ടാണ് അവരത് വൈഫൈ വെച്ചത്. വളരെ യാദൃശ്ചികം പറയാൻ പറ്റില്ല. വളരെ അവര് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം പറയാണ്, ഞങ്ങൾ ഈ ചെടികൾ എത്ര മാറ്റി വെച്ചിട്ടും ഇത് പുറത്തു കൊണ്ടുപോയി വയ്ക്കും, എന്നിട്ട് പുതിയ നല്ല ചെടിയെടുത്ത് അകത്ത് കൊണ്ടുവരും. പക്ഷെ എത്ര മാറ്റി വെച്ചിട്ടും ഇതിനകത്ത് വയ്ക്കുന്ന ഈ വൈഫൈ ഉള്ള റൂമിൽ വയ്ക്കുന്ന ചെടികൾ ഒന്നും നന്നാവുന്നില്ല. അതിന് ഒരു വാട്ടം വരുവാണ്. വൈഫൈയെ പറ്റി ഇപ്പൊ റീസെന്റ് കുട്ടികൾ നടത്തിയ ഒരു സ്റ്റഡി, കൊറിയയിലാണെന്ന് എന്റെ ഓർമ്മ. മീൻസ് അവര് 6 മുറികളിലായിട്ട് വ്യത്യസ്ത രീതിയിൽ അവര് സ്പ്രൗട്ട്സ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പയറ് പോലെയുള്ള വർഗ്ഗങ്ങള് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പക്ഷെ വൈഫൈ വെച്ച റൂമിലൊന്നും അത് നന്നായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ പോലും നമ്മളെ ഒരുപക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലത്തെ പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ടോക്സിൻസ് മറ്റ് ടോക്സിൻസിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പുവർ ഡയറ്റ്, നമ്മുടെ ഭക്ഷണക്രമം എങ്ങനെയാണെന്നുള്ളത്, സ്ട്രെസ് വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇൻഫ്ലമേഷൻ, ബോഡിക്ക് അകത്ത് തന്നെ ഉള്ള ഇൻഫ്ലമേഷൻ. ആക്ച്വലി ഓട്ടോഇമ്യൂൺ ഡിസീസസിലേക്കൊക്കെ എത്തുന്നത് ഈ കണ്ടിന്യൂസ്ലി നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കാരണമായിരിക്കാം. സോ പല പല കാരണങ്ങൾ കൊണ്ട് റൂട്ട് കോസസ് പലതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ക്യാൻസറോ IBSോ ആങ്സൈറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹോളിസ്റ്റിക്. നമ്മുടെ പല സിസ്റ്റങ്ങളുണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിൽ. ദഹന വ്യവസ്ഥയുണ്ട്, ശ്വസന വ്യവസ്ഥയുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുണ്ട്, സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സിസ്റ്റങ്ങളുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു രോഗമുണ്ട്. ആ ലിവറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറോ ഒക്കെ ആവാം. ഈ ഫാറ്റി ലിവർ വന്ന ഒരാളുടെ സിസ്റ്റത്തിനെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ ഈ ഫാറ്റി ലിവർ ഇയാളുടെ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കുന്നുണ്ടോ അതിനുശേഷം, ഇൻക്ലൂഡിങ് മസിൽസ് അല്ലെ. ഒരുവിധം എല്ലാ സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യാൻ കേൾപ്പുള്ള ഒരു ആളാണ് ലിവർ. ലിവർ മാത്രമല്ല, ലങ്സ് എടുത്തോ, ഹേർട്ട് എടുത്തോ, എല്ലാ മീൻസ് ഒരു സിസ്റ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുക. അവിടെ നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് പോകുന്നത്. എല്ലാം മീൻസ് ഓൾ ഇൻക്ലൂസീവ് ആണ്. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റത്തിന് മാത്രമായിട്ട് ട്രീറ്റ്മെന്റ് മെത്തേഡും ഇൻഡിവിജ്വൽ സിസ്റ്റത്തിന് മാത്രമായിട്ട് പോകരുത്. കാരണം അവിടെ റൂട്ട് കോസ് കൊണ്ട് മീൻസ് ലിവറിനാണ് പ്രശ്നം തുടങ്ങിയിരുന്നതെങ്കിലും ഈ ലിവർ മറ്റു പലതിനും ചില റൂട്ട് കോസസ് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലിവർ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണോ അവിടെ സൊല്യൂഷൻ വേണ്ടത്? അല്ല. അവിടെ നമ്മൾ ലിവർ അവിടെ ആ മോശം രീതിയിലേക്ക് പോകാനുണ്ടായ സാഹചര്യത്തിനെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ ലിവർ കൊണ്ട് മറ്റു പല ഓർഗൻസിനെയും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നന്നാക്കണം. ഓക്കെ, ആ ഒരു അപ്രോച്ച് മീൻസ് ബോഡി വർക്ക് ചെയ്യുന്നത് ഒരു ഹോൾ ബോഡി അപ്രോച്ചിലേക്ക് ആയിരിക്കണം പോകേണ്ടത്. രണ്ടാമതൊന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുർവേദത്തില് പൊതുവെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾ ഡിസീസസ് ബിഗിൻസ് ഇൻ ഗട്ട്. ഓൾ ഡിസീസസ് ബിഗിൻസ് ഇൻ ഗട്ട് ആണെങ്കിൽ എല്ലാ ആരോഗ്യത്തിന്റെ തുടക്കവും ഗട്ടിൽ നിന്ന് തന്നെയാവണം. ഗട്ട് എന്ന് പറയുന്നത് വയറ് മാത്രമല്ല, മീൻസ് നമ്മുടെ അന്നനാളം തുടങ്ങിയിട്ട് റെക്ടം വരെയുള്ള മലദ്വാരം വരെയുള്ള ആ കംപ്ലീറ്റ് പാത്വേനെയാണ് പറയുന്നത് പൊതുവെ. അപ്പൊ ഈ ഗട്ടിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഭക്ഷണത്തിലൂടെ ആയിരിക്കും. ഏറ്റവും പ്രൈമറി ഫാക്ടർ അതാണ്. ഭക്ഷണമാണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മരുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു രീതി ഈ ഭക്ഷണത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും. ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നറിഷ്മെന്റ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട്, അതിനെയും
ഓൾമോസ്റ്റ് 100 ട്രില്യൺ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ ഇതിനും വേണ്ട എല്ലാ ഭക്ഷണവും കൊടുക്കുന്നത് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയല്ലേ. അപ്പൊ ഇതിന് എന്താ ഇതിന്റെ ആവശ്യം എന്താ ബാക്ടീരിയയുടെ? ബാക്ടീരിയ പോസ്റ്റ് ബയോട്ടിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡിങ് ചില സിംഗിൾ ചെയിൻ ഫാറ്റി ആസിഡ്സ് മീൻസ് ഈ സിംഗിൾ ചെയിൻ ഫാറ്റി ആസിഡ്സ് പോലും ഉണ്ടാക്കുന്ന ഒരു രീതി അസറ്റേറ്റ് പോലുള്ള ആ ഒരു രീതി മൈക്രോബ്സിനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പലതും ഒരുപക്ഷെ കിട്ടാതാവാൻ ഇവ കാരണമായിരിക്കാം. സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഗട്ട് സിസ്റ്റം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ഫുഡ് ഫസ്റ്റ് അപ്രോച്ച് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കണം. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം. സോ ഈ നന്നായി ചവച്ചരച്ച് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും മാത്രമേ അത് വേണ്ട രീതിയിൽ ശരീരത്തിലേക്ക് ഡൈജസ്റ്റ് ആവുകയോ അബ്സോർബ് ആവുകയോ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പലതും വേണ്ട രീതിയിൽ വേണ്ട അളവിൽ കിട്ടുന്നുണ്ടാവില്ല, അല്ലെ? സോ നമ്മുടെ ഗട്ട് സിസ്റ്റം സപ്പോസ് അത് മോശമായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ട് ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ അബ്സോർപ്ഷനെ ബാധിക്കും, ആഗിരണം, ന്യൂട്രീഷന്റെ പോഷകങ്ങളുടെ ആഗിരണത്തെ അത് ബാധിക്കും. അത് കൂടാതെ നമ്മുടെ ഗട്ടിന്റെ അല്ലെങ്കിൽ വയറിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ മാറ്റും. എന്ന് മാത്രമല്ല ആ കമ്പോസിഷൻ കൊണ്ട് തന്നെ, കമ്പോസിഷൻ ഉദ്ദേശിക്കുന്നത് അതിൽ ചില ആൾക്കാർ ചില സ്ഥലത്ത് ഉണ്ടാവണമെന്നുണ്ട്. മൈക്രോബ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോബ്സ് ഉണ്ടാക്കുന്ന ചില പോസ്റ്റ് ബയോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ ചില സ്ഥലത്ത് ഉണ്ടാവണമെന്നുണ്ട്. അതിന്റെ ലൊക്കേഷൻ മാറും. അതുപോലെ തന്നെ അതുകൊണ്ട് ആഗിരണം ചെയ്യപ്പെടുന്ന രീതി മാറും. ഈവൻ അതിന്റെ റിസൾട്ട് ആണ് ഒരുപക്ഷെ ലീക്കി ഗട്ട് എന്നൊക്കെ പറയുന്ന ചില സിൻഡ്രോംസ് വരുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നത്? പോഷണം തന്നെ നേരിട്ട്, പോഷണം എന്ന് മാത്രമല്ല ഭക്ഷണം കൂടെ നേരിട്ട് ബ്ലഡിലേക്ക് എത്തും. അവിടെ ബ്ലഡിന്റെ കമ്പോസിഷനും മാറുകയാണ് ചെയ്യുന്നത്. അത് കൂടാതെ അത് പതിയെ പതിയെ നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ബ്രെയിനിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രെയിൻ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. ബ്രെയിനിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സന്തോഷം അല്ലെങ്കിൽ ആ ദുഃഖം, സെറോട്ടോണിൻ, അത് മാത്രമല്ല. ബ്രെയിൻ ആണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞ് കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളും നമ്മുടെ ഈ ഗട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഗട്ടിനൊരു അല്ലെങ്കിൽ നമ്മുടെ വയറിനൊരു ചെറിയ പ്രശ്നം തുടങ്ങുന്നത്? എവിടുന്ന? ഒരുപക്ഷെ മാൻമെയ്ഡ് കെമിക്കൽസ് വഴിയായിരിക്കാം. ഈവൻ ഓർഗാനിക്കോ ഇൻഓർഗാനിക്കോ ആയിട്ടുള്ള പല കെമിക്കൽസും ഉണ്ട്. റിഫൈൻ ഫുഡ് വളരെ കൂടുതലാവുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫൈബറിന്റെ അളവ് കുറയുന്നതുകൊണ്ട്. ഷുഗർ ഒക്കെ ഈ റിഫൈൻ ഫുഡിൽ വരുന്ന ഒരു സാധനം തന്നെയാണ്. റിഫൈൻഡ് ഓയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിലും ഗട്ടിനെ ബാധിക്കും. സ്ട്രെസ് കൊണ്ടും ഗട്ടിന് ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് എങ്കിൽ ഇവയെ കറക്റ്റ് ചെയ്താൽ മതി. റൂട്ട് കോസസിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഡയറക്റ്റ് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു അവയവമാണ് ഗട്ട് എന്ന് പറയുന്നത്. ഗട്ടിന്റെ എൻട്രിക് നെർവസ് സിസ്റ്റം ENS എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒരു ആക്സിസ് വഴി, വാഗസ് നെർവ് വഴി അത് നമ്മുടെ ബ്രെയിനുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹോട്ട് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹോട്ട് ലൈൻ കണക്ഷൻ വഴി നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളും അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ അവിടെ ഒരു പക്ഷേ നമ്മൾ അൺഹെൽത്തി ഗട്ടിലേക്കാണ് എത്തിയിരുന്നതെങ്കിൽ ഈ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ന്യൂട്രീഷന്റെ അബ്സോർപ്ഷനെ ബാധിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ചിലപ്പോൾ ടോക്സിൻസ് കൂടുതലായിട്ട് ശരീരത്തിൽ കയറും. അതുപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങും. ഹെയർ ലോസും വീക്കായിട്ടുള്ള ബോൺസും അതുപോലെ തന്നെ മറ്റ് സിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെന്ത് സംഭവിക്കും? ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ചലഞ്ചസും അതുപോലെ ഉറക്കത്തിന് ബുദ്ധിമുട്ടും ഗാസ്ട്രോ ഇൻഡസ്ട്രീനൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഫുഡ് ഇൻടോളറൻസും ഒക്കെ വരാം. തുടങ്ങുന്നത് എവിടെയാണ്? ഭക്ഷണത്തിൽ നിന്നായിരുന്നു. ഇപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇൻടോളറൻറ്റ് മീൻസ് ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിച്ചേ പറ്റില്ല എന്നാവും. കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഇഷ്യൂസ് കാണാനുണ്ടാവും. സോ ഇവിടെയും നമ്മൾ ഗട്ട് സിസ്റ്റത്തിനെ പ്രധാനമായിട്ട് ഒരു 5R അപ്രോച്ച് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാ.
എന്തൊക്കെയാണോ നമ്മുടെ വയറിന് ആവശ്യമില്ലാത്തത് അത് റിമൂവ് ചെയ്യുക. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അതിനെ റീപ്ലേസ് ചെയ്യുക, റീഇനോക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ ശരിയായ രീതിയിൽ, ഇനോക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ, വാക്സിനേഷൻ പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ അഡീഷണലി കൊടുക്കുന്നു. ഈ ഒരു ഇനോക്കുലേഷൻ മെത്തേഡ് വഴി നമ്മൾ ഗട്ട് മൈക്രോബയോമിനെ ഒരുപക്ഷെ അവിടെ രണ്ടാമത് കൊടുക്കേണ്ടി വരും. റിപ്പയർ ചെയ്യുക. ഇൻറ്റസ്റ്റൈനൽ സെൽസിന് വേണ്ട ന്യൂട്രീഷനും ആവശ്യമുണ്ട്. അപ്പൊ അതിനെ റിപ്പയർ ചെയ്യുക. ആൻഡ് ആകെ ഒരു ലൈഫ് സ്റ്റൈൽ, എല്ലാ ലൈഫ് സ്റ്റൈൽ എലമെന്റ്സിലും നമ്മളൊരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനൊരു അപ്രോച്ചാണ് ഒരുപക്ഷെ വളരെ എഫക്റ്റീവ് ആവുക. നമ്മളിപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചു, നല്ല രീതിയിൽ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബാറ്ററിയുടെ ചാർജറിനെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ചാർജിങ് പോയിന്റ് 20% അല്ലെങ്കിൽ 10% എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇത് ഇനിയും ഇങ്ങനെ പോയിക്കൂടാ, അത് പല ആക്ടിവിറ്റീസും നിർത്തിവെക്കും അല്ലെ, കുറച്ചായിട്ട്. നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഡെഫിഷ്യൻസി കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. സോ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അവിടെ ഓപ്റ്റിമൽ റേഞ്ചിലേക്ക് എത്തേണ്ടി വരും. ഈ ഓപ്റ്റിമൽ റേഞ്ച് എങ്ങനെയാ, ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡെഫിഷ്യൻസിന്ന് കുറച്ച് മുകളിലാണ് മിനിമം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പല ആൾക്കാരും വൈറ്റമിൻ ഡി ടെസ്റ്റും B12 ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇതിനെപ്പറ്റി അറിയായിരിക്കും. ഇൻസുലിൻ, ഷുഗർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റില്ല. നമ്മൾ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ആഡിക്വേറ്റ് ലെവൽ എന്ന് പറയുന്നത് അതിൽ മനസ്സിലാവുന്നുണ്ടാവും. എന്താണ്, അപ്പൊ ഈ ഓപ്റ്റിമൽ റേഞ്ചിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരീരത്തിന് അതിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു ബെസ്റ്റ് പെർഫോമൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ ഞാൻ 1-2 ഡെഫിഷ്യൻസീസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മാഗ്നീഷ്യം ഡെഫിഷ്യൻസി എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉറക്കക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങി ശരിയായ രീതിയിൽ ഉറങ്ങുമായിരുന്നു, എന്തോ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഞെട്ടിയിട്ട് എഴുന്നേറ്റു, പിന്നെ ഉറക്കം കിട്ടുന്നില്ല. ടൈപ്പ് 2 ഇൻസോംനിയ എന്ന് വേണമെങ്കിൽ പറയാം. ഉറക്കം നോർമൽ ആയിരുന്നു, ഉറങ്ങി, അതിനുശേഷം എന്തോ ഒരു കാരണം കൊണ്ട് ഞെട്ടിയതിന് ശേഷം പിന്നെ ഉറക്കം ഒരു തരത്തിലും കിട്ടുന്നില്ല. മാഗ്നീഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാവാം. മൈഗ്രെയിൻ, ഡിപ്രഷൻ. മൈഗ്രെയിൻ തലവേദനകൾ ആർക്കാണ് വരാത്തത്? ഈ തലവേദനകൾക്ക് ഒരു പക്ഷെ മാഗ്നീഷ്യം ഒരു കാരണമാണെങ്കിലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പെയിൻ കില്ലറോ അല്ലെങ്കിൽ ബാക്കിയുള്ള MRI പല സ്കാനുകളും എടുത്തിട്ട് ഒന്നും റിസൾട്ട് ഇല്ല. മാഗ്നീഷ്യത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ പുറത്ത് മാത്രം ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടാവും. സ്ട്രെസ് കൂടുക, അല്ലെങ്കിൽ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പോലും മാഗ്നീഷ്യം ആവശ്യമുണ്ട്. മസിൽ ക്രാംസ്, പെർട്ടിക്കുലർലി നമ്മുടെ പീരിയഡ് റിലേറ്റഡ് ആയിട്ട് ആ സമയത്ത് ഉണ്ടാവുന്ന ക്രാംസിനൊക്കെ ഈ ഒരു മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ആയിട്ട് വലിയ ബന്ധമുണ്ട്. അതുപോലെ ഡയബറ്റീസിന് പോലും ഒരുപക്ഷെ മാഗ്നീഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാരണമാവാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഉറക്കത്തിൽ വ്യത്യാസം ഉണ്ടാവുക, മൂഡ് ശരിയല്ലാതിരിക്കുക, ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഫ്രീക്വന്റ് കഫ് ആൻഡ് കോൾഡ്, മസിൽ സ്ട്രെങ്ത് കുറയുക, അല്ലെങ്കിൽ എല്ലുകളുടെ ബലം കുറയുക, രുചി കുറയുക, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ വൈറ്റമിൻ ഡി കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ചികിത്സിക്കുന്നത്, ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സപ്പോസ് അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ പോഷകങ്ങൾ ഉള്ളിൽ എത്തുന്നതിൽ, ആഗിരണം ചെയ്യപ്പെടുന്നതിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ആഗിരണം ചെയ്യപ്പെടുന്നതിന് ഇഷ്യൂ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഡൈജഷൻ പ്രോപ്പർ ആവാതെ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് നോർമൽ അല്ലാതിരിക്കുമ്പോൾ. ഈ അൺഹെൽത്തി ഗട്ട് ആണെങ്കിൽ ഗട്ടിന് വേണ്ട ന്യൂട്രീഷൻ കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. സപ്പോസ് ഗട്ട് നോർമൽ ആണ്, പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതും കുറവുണ്ടെങ്കിൽ നമ്മൾ അവിടെ ന്യൂട്രീഷൻ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫിൽ ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഓർഗാനിക് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശരീരം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ ന്യൂട്രീഷൻ എത്തിക്കില്ല. ശരീരം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവിടെ മാത്രമാണ് അത് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂർ നടന്നതിന് ശേഷം മാത്രമാണ്, ഇപ്പം വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ കഴിച്ചു എന്ന് വെച്ചിട്ട് അയാളുടെ നടുവേദന പെട്ടെന്ന് നാളെ മുതൽ പോകുന്നല്ല അതിന്റെ അർത്ഥം. വൈറ്റമിൻ ഡി കൊണ്ട് ഇമ്മ്യൂണിറ്റിക്ക് ആയിരുന്നു അയാൾക്ക് കൂടുതൽ ചലഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇമ്മ്യൂണിറ്റി ശരിയാക്കാൻ നോക്കും.
എവിടെയാണോ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം. ഇതല്ലേ നമ്മൾ വീട്ടിൽ ചെയ്യുക. വീട്ടിൽ പഞ്ചസാര ഇല്ല, പഞ്ചസാര നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാണോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ഒരുപക്ഷെ അതിഥി ആരെങ്കിലും വന്നാൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ശരീരവും ചെയ്യും. പല ആൾക്കാർക്കും സംശയം വരുന്ന RDA ഇങ്ങനെയാണല്ലോ. റെക്കമെൻഡഡ് ഡെയിലി അലവൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നില്ല. അതെന്താണ്? നമ്മൾ പണ്ടൊക്കെ ഡെഫിഷ്യൻസി ഡിസീസ് പഠിച്ചിരുന്നു. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് വരും, വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ സ്കർവി വരും. ഇന്ന് സ്കർവി ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ വൈറ്റമിൻ സി കുറഞ്ഞത് ആണ് ഒരുപക്ഷെ ഈ ഇമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായതെന്ന് പല ആൾക്കാരും മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? വൈറ്റമിൻ സി കോവിഡിന്റെ സമയത്ത് ഒരുപാട് പേര് ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെ? ഈവൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. മരുന്നാണോ? അല്ല, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെയൊരു സ്കർവി ഇല്ലാത്ത ആൾക്കാർക്ക് വൈറ്റമിൻ സി എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വൈറ്റമിൻ സിയുടെ അളവ് അതായിരുന്നില്ല, അതിൽ എത്രയോ കൂടുതൽ വേണം. അപ്പൊ അവിടെ നമ്മള് ഡെഫിഷ്യൻസി രോഗങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും താഴത്തെ സ്റ്റേജിലല്ല, ഈ ഒരു സ്റ്റേജിലല്ല. അതേ സമയത്ത് ഇൻസഫിഷ്യൻസിയും സഫിഷ്യൻസി എന്ന് പറയുന്നത് പിന്നെയും എത്രയോ മുകളിലാണ്. ഇപ്പൊ വൈറ്റമിൻ ഡിയുടെ ഒരു മാർക്കർ പറയുകയാണെങ്കിൽ 10-ന് താഴെയാണ് പല ലാബുകളും പറയുന്നത് ഇതാണ് ഏറ്റവും ഡെഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ. എന്നാൽ വൈറ്റമിൻ ഡി 6 ഉള്ള ഒരു ലേഡി ആയിട്ട് ഞാൻ ഇന്നലെ കൺസൾട്ടേഷൻ ചെയ്ത സമയത്ത് അവർക്ക് റിക്കറ്റ്സ് വന്നിട്ടില്ല. 10 എന്ന് പറയുന്ന മാർക്കർ നിങ്ങൾ അവിടെ മാറ്റിവെക്കൂ, അത് ഓക്കെ. പക്ഷേ ഡെഫിഷ്യൻസി രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു രീതിയല്ല. RDA എന്ന് പറയുന്നത് ആസ് എ ചൈൽഡ് അല്ലെങ്കിൽ ആസ് എൻ അഡൾട്ട് നമ്മളിൽ പല ഡെഫിഷ്യൻസി രോഗങ്ങളും വരാതിരിക്കാനുള്ള ഒരു മാർക്കറാണ്. എല്ലാവർക്കും അത് കോമൺ ആയിട്ട് വരണമെന്നില്ല. അതുപോലെ തന്നെ ഇൻസഫിഷ്യൻസി എന്താണ്? 10 മുതൽ 20 വരെയാണ് ഒരുപക്ഷെ വൈറ്റമിൻ ഡിയുടെ ഇൻസഫിഷ്യന്റ് ആണ്, എന്നാലും ഓക്കെ, ഒത്തുപോവാം. സഫിഷ്യൻസി എന്ന് പറയുന്നതോ 20 മുതൽ 60 വരെയുള്ള ഒരു മാർക്കറിനെയാണ് പൊതുവെ വൈറ്റമിൻ ഡി സഫിഷ്യന്റ് ആണെന്ന് പറയുക. ഓപ്റ്റിമൽ റേഞ്ച് ആ ഒരു റേഞ്ചിൽ തന്നെ 20 മുതൽ 40 വരെ, 40 മുതൽ 60 വരെ ഓപ്റ്റിമൽ റേഞ്ച് ആണെന്ന് പറയും. തെറാപ്യൂട്ടിക് ഡോസിൽ ഒരുപക്ഷെ 60 മുതൽ 120 ഡോസ് വരെയുള്ള വൈറ്റമിൻ ഡി കൊടുക്കും. അത് വൈറ്റമിൻ ഡി ചിലപ്പോഴേ പല കമ്പനികളും കൊടുക്കുന്നത് 50,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഒരുമിച്ച് കൊടുക്കുക ചെയ്യുന്ന അത് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ താങ്ങില്ല. കാരണം അറ്റ് ഡോസ് ഒരു സഡൻ പ്രശ്നമല്ല നമുക്കുള്ളത്. അപ്പൊ ഒരു സഡൻ ഡോസ് എന്തിനു കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ ഷോക്ക് കൊടുക്കുന്നതിനൊക്കെ പോലെ ആവില്ല പോയില്ല അത്. പക്ഷെ അതിന് പകരം സ്ലോ ഡോസ് റെഗുലർ ഡയറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ്, അല്ലെ? സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ടോക്സിക് എഫക്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? 200-നോ അല്ലെങ്കിൽ 250-നോ മുകളിലേക്ക് എത്തുന്ന സമയത്ത് വൈറ്റമിൻ ഡി ഒക്കെ ടോക്സിക് ലെവലിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. സോ ന്യൂട്രീഷനെ പറ്റിയിട്ട് പലപ്പോഴും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാവും. പല ന്യൂട്രീഷനും ടോക്സിക് ആയതുകൊണ്ടല്ല നമുക്ക് ഇന്ന് പ്രശ്നം, പല ന്യൂട്രീഷനും കുറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ആ ഒരു രോഗം എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആണ്. നമ്മുടെ മനസ്സും ശരീരവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലെ? പലതിലും അതുകൊണ്ട് തന്നെ മുമ്പ് പ്ലാസിബോ മരുന്നിന് പകരമുള്ള പല സാധനങ്ങളും കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാസിബോയിലേക്ക് പോകുന്നില്ല. അതിന് പകരം സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. സ്ട്രെസ് നല്ലതാണോ മോശമാണോ? സ്ട്രെസ് നല്ലതാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ഈ സ്ട്രെസ് പക്ഷെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ വളരെ കൂടുതൽ എടുക്കുക, വളരെ ലോങ് ടേമിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ, 10ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ആ കുട്ടിയെ 10ാം ക്ലാസ്സിന്റെ പ്രഷർ കൊടുക്കുകയാണ്, നിനക്ക് A+ വേണം. അല്ലെങ്കിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ ചെന്നൈയിലാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ചെന്നൈയിൽ നിന്ന് എനിക്ക് കോള് വന്നു, എന്റെ മകൻ 6ാം ക്ലാസ്സിൽ എത്തിയില്ലേ, അപ്പൊ അവന് IIT-യുടെ കോച്ചിങ് കൊടുക്കാൻ. അവൻ എപ്പോഴാ IIT പഠിക്കാൻ പോണേ, അല്ലെ? ഏകദേശം 8 വർഷത്തോളം ആവില്ലേ? അപ്പൊ ഇങ്ങനെയുള്ളൊരു പാറ്റേണിലേക്കാണ് ഇന്നിപ്പോഴ് പോകുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ച്. വലിയവർക്കും പലപ്പോഴും ആ സ്ട്രെസ് എന്ന് പറയുന്നത് നോർമലി ഷോർട്ട് പീരീഡിനായിരുന്നെ മുമ്പൊക്കെ എങ്കിൽ ഇപ്പോഴത് കണ്ടിന്യൂസ് ലോങ് ടേമിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഒരു
സ്ട്രെസ് കാരണം നമ്മുടെ പല സിസ്റ്റത്തിനെ, നേരത്തെ ഞാൻ പറഞ്ഞ ബോഡിയിലെ പല സിസ്റ്റങ്ങളുണ്ട്, ഇതിനെയൊക്കെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യുന്നുണ്ട്. അതിന്റെ റിയാക്ഷൻസ് ആണ്, സിംറ്റംസ് ആണ് പലപ്പോഴും നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു ആഴ്ച ടൂർ പോയിട്ട് വാ. പൈസയെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ഒരാഴ്ചത്തെ കംപ്ലീറ്റ് ടൂർ. ഒരാഴ്ച നിങ്ങൾക്ക് ലീവ് കിട്ടി, അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, അതുപോലെ തന്നെ ഈവൻ പൈസയെ പറ്റിയും ചിന്തിക്കണ്ടെങ്കിൽ യു വിൽ ബി വെരി ഫ്രീ. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പക്ഷെ നിങ്ങൾ അറിയും. അപ്പൊ അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ നിങ്ങൾ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. സാധ്യത കുറവാണ്. ശരിക്കും നമ്മുടെ സ്ട്രെസ് വളരെ കൂടുതലാവുന്ന സമയത്ത് അത് എഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒബിസിറ്റിക്കുള്ള ഒരു പ്രധാന റീസൺ തന്നെ സ്ട്രെസ് ആവാറുണ്ട്. കോഗ്നേറ്റീവ് ഡിസ്ഫങ്ഷൻ. എക്സാമ്പിൾ ഇതിന് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ദീർഘദൂരം വണ്ടി ഓടിക്കുന്ന ഒരാൾ, അയാളുടെ സ്ട്രെസ് കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും അയാൾ ഒന്ന് വണ്ടി നിർത്തി റിലാക്സ് ചെയ്ത് അതിനുശേഷം ഓടിക്കാൻ പറയുന്നു. അത് ഉറക്കം മാത്രമല്ല, സ്ട്രെസ് കൂടുമ്പോഴാണ് കോഗ്നേറ്റീവ് ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അയാൾക്ക് അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് തന്നെയല്ലേ കുട്ടികളുടെ അവസ്ഥ. ഡിപ്രഷൻ. ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതേസമയത്ത് ഡിപ്രഷൻ ശരിക്കും മാനസികമായിട്ട് ആ ഒരു രീതിയിൽ ഡിപ്രഷൻ പല ആൾക്കാരും എന്റെ ആയുധമായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻസ് ടോട്ടലി ഉള്ളിലേക്ക് വലിയ എന്ന് പറയും. മറ്റ് പുറത്ത് എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും അതിനൊന്നും അതിനെ അത്ര പെട്ടെന്നൊന്നും എഫക്റ്റ് ആവില്ല. എന്ത് നടന്നു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു ആയുധമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഡിപ്രഷന്റെ മോശം വശങ്ങളാണ്. കോർട്ടിസോൾ റെസിസ്റ്റൻസ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ്. ഈ ഒരു പ്രധാനപ്പെട്ട സ്ട്രെസ് ഹോർമോൺ ആണ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓവർ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടിന്യൂസ് പീരീഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ ഫങ്ഷൻസിനെയും ബാധിക്കും. ഹോർമോണൽ ഇംബാലൻസ്. കോർട്ടിസോളിന്റെ പറഞ്ഞു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റു പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഉദാഹരണത്തിന് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഓവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഹോർമോണുകളെയും ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാറ്റി ലിവർ ഒക്കെ വരാനുള്ള ഒരു റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ്. മീൻസ് ഇങ്ങനെയുള്ള പല ഇഷ്യൂസും കാരണമാണ് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഹോർമോണൽ ബാലൻസിലേക്ക് പോകണം. അതിന് ഹോർമോണൽ ട്രീറ്റ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. അതിന് പകരം ഹോർമോൺ എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതശൈലിയിലെ പാറ്റേൺ ശരിയാക്കണം. പല ഫാക്ടേഴ്സും ഉണ്ട് ഇതിലിപ്പം. ചില പ്രധാനപ്പെട്ട ഹോർമോണും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ന്യൂട്രീഷനും ഞാൻ ഇവിടെ കാണിച്ചെന്ന് മാത്രം. ആക്ച്വലി ഇതിനൊക്കെ ഒരു ലെവൽ, ഒരു മാർക്കർ അവര് ഇപ്പൊ TSHന്റെ ലെവല് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. 0.3 to 5 അല്ലെങ്കിൽ 5.6 ഒക്കെ പറയാറുണ്ട്. ബട്ട് അതിന്റെ ഓപ്റ്റിമൽ ലെവൽ എന്ന് പറയുന്നത് 1.8 to 3 ആണ്. ഈ 1.8 to 3 ഉണ്ടെങ്കിലാണ് ഈ ഒരു ബയോമാർക്കർ നിങ്ങളുടെ ശരീരത്തിൽ ബെസ്റ്റ് ആയിട്ട് നിൽക്കുക. അത് കോമൺലി മീൻസ് ഒരുവിധം എല്ലാവരിലും ഈ ഒരു 1.8 to 3യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ജസ്റ്റ് 5.7 ആയിരുന്നു ഒരു മരുന്ന് കഴിച്ചിട്ട് അതിനെ 5.6 അല്ലെങ്കിൽ 5 ആക്കുന്നതല്ല അതിന്റെ ശരിയായ പാറ്റേൺ. ഇതുപോലെ തന്നെയാണ് സോഡിയം അയണോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ. സോ ഓപ്റ്റിമൽ റേഞ്ചസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിന് എത്തിക്കുമെങ്കിൽ റഫറൻസ് റേഞ്ച് ആണ് നേരത്തെ ആദ്യം കൊടുത്തത്. ഈ റഫറൻസ് റേഞ്ച് ഒരു ലാബ് ബേസ്ഡ് ടെസ്റ്റിന് മീൻസ് ഡിസ്ഫങ്ഷൻ ഏറ്റവും കൂടുതലായിട്ട് ശരീരം വർക്ക് ചെയ്യുന്നത് അബ്നോർമൽ ആവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ പല ഡിസ്റ്റിങ്ഷനും ഉണ്ട്. മീൻസ് ഏജ് വൈസോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വൈസോ ഒക്കെ അതിനെ മാറ്റേണ്ടി വരും. സോ ഇതും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. സോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ റൂട്ട് കോസസ് പലതാണെന്ന് മനസ്സിലായി. റൂട്ട് കോസസ് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? 100 വയസ്സ് വരെ ജീവിക്കുക എന്നുള്ളതാണോ? അല്ല 100ാമത്തെ വയസ്സിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടതുപോലെ നമ്മൾ കന്നിസ്വാമി ആവുക എന്നുള്ളതാണോ? 100ാമത്തെ വയസ്സിൽ ആ ഒരു ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന പോയിന്റ്. അല്ലാതെ ഡോക്ടർമാരെ നമ്മളെ മരിക്കാൻ വിടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ല അതിന്റെ അർത്ഥം. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ
നമ്മൾ ആരോഗ്യത്തിന്റെ എല്ലാ പില്ലേഴ്സിലും ശ്രദ്ധിച്ചേ പറ്റൂ. ആരോഗ്യത്തിന് എന്തൊക്കെയാ പില്ലേഴ്സ്? പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഭക്ഷണം വരുന്നുണ്ട്, ന്യൂട്രീഷൻ വരുന്നുണ്ട്, അല്ലെ? അതുകൂടാതെ ഉറക്കം വരുന്നുണ്ട്. അത് ഉറക്കവും അതുപോലെ റെസ്റ്റും, വിശ്രമവും, വ്യായാമം വരുന്നുണ്ട്. ശരീരം അനങ്ങിക്കൊണ്ട് തന്നെ നമ്മൾ പണിയെടുക്കണം. മീൻസ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും അതിൽ വരും. മാനസിക ആരോഗ്യം, പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്, മെന്റൽ ആറ്റിറ്റ്യൂഡ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. മീൻസ് ഈ ഒരു രീതിയിലുള്ള പ്രധാനപ്പെട്ട 4 പില്ലേഴ്സും നമ്മൾ ശരിയായി കൊണ്ടുപോകണം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വലിയ ടയറുള്ള ഒരുപക്ഷെ സൈക്കിള് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ കാളവണ്ടിയുടെ എടുക്കാം. ഇതൊരു റിം ആണെന്ന് കൂട്ടിക്കോ, സൈക്കിളിന്റെ റിം. ഈ റിമ്മിന് ഒരുപാട് സ്പോക്സ് ഉണ്ട് അല്ലെ? ഈ സ്പോക്സിൽ സപ്പോസ് ഒരെണ്ണം ഒടിഞ്ഞു പോയി എന്ന് വിചാരിക്കാം. ഈ ഒടിഞ്ഞു പോകുന്ന സമയത്ത് ആ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? അതിന്റെ എല്ലാ സ്പോക്സും ടൈറ്റ് ചെയ്യും. കാരണം ലൂസ് ആയിരിക്കുന്ന സമയത്ത് റിമ്മ് ഒടിയാനും വളയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ റിമ്മ് ശരിയായി നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ എല്ലാ സ്പോക്സും ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കണം. നമ്മുടെ ആരോഗ്യത്തിന്റെ സ്പോക്സ് എടുത്തു കഴിഞ്ഞാൽ ഓർഗാനിക് ഫുഡ്, എക്സസൈസ്, റെസ്റ്റ്, സ്ലീപ്പ്, അതുപോലെ തന്നെ മെന്റർഷിപ്പ്, നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റുക, ട്രെയിനിങ്, ഓഡിയോ, വീഡിയോ, അല്ലെങ്കിൽ നമ്മളെ ഇൻപുട്ട് എന്ന് പറയാം, മാനസികമായിട്ടുള്ള ഇൻപുട്ട്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, കൗൺസിലിംഗ്, ഫുഡ് സപ്ലിമെന്റ്സ്, ന്യൂട്രീഷൻ, അതുപോലെ തന്നെ യോഗ, സുംബ, അതുപോലെയുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, ഇതുപോലെയുള്ള കുറേ സ്പോക്സ് ആണ് നമ്മുടെ ലൈഫിലുള്ളത്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയുള്ള സ്പോക്സ് ഒക്കെ ഒന്നും കൂടി ടൈറ്റ് ചെയ്യണം. നമ്മുടെ ഭക്ഷണം വളരെ മോശമാണ്, അതുകൊണ്ട് ബാക്കി എല്ലാം അതുപോലെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് പലപ്പോഴും ഈ റൂട്ട് കോസിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മുടെ റിമ്മ് അല്ലെങ്കിൽ ആരോഗ്യം ഒടിയാനും വളയാനും ഒക്കെ തുടങ്ങുന്നത്. സോ ഈ സ്പോക്സിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. ഇത് ജസ്റ്റ് ഈ ഒരു ആരോഗ്യത്തിന്റെ പാറ്റേൺ മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആരോഗ്യത്തിന് മാത്രമല്ല, ജീവിതത്തിന്റെ സ്പോക്സ് എടുത്തു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഇപ്പൊ സപ്പോസ് ഓഫീസ് ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു വീട്ടിൽ ഈ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഭാര്യ ഭർത്താവ് തമ്മിൽ അവിടെ കൂടുതൽ സ്വരച്ചേർച്ച ഉണ്ടാവുകയല്ലേ വേണ്ടത്? അല്ലാതെ അവര് തമ്മിൽ പിന്നെയും പല കാര്യങ്ങൾക്കും പിണക്കോ അല്ലെങ്കിൽ മറ്റ് മീൻസ് അവിടെ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഇല്ലേ? കാരണം ഒരു വീട്ടിന്റെ ഫൈനാൻസ് തീരുമാനിക്കുന്നത് അവർ രണ്ടുപേരും കൂടിയിട്ടാവണ്ടേ? അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് അവിടെ കുറച്ചുകൂടി നല്ല രീതിയിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത് എത്രമാത്രം നല്ലതായിരിക്കും. അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഇങ്ങനെയല്ല കാണാറ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ അവർ തമ്മിൽ പിന്നെയും കുറച്ചുകൂടി ഡിസ്റ്റൻസ് വരുന്നു. കാരണം ഒരു വിഷമം ഉള്ള ഒരാൾക്ക് മറ്റൊരു വിഷമം കൂടി വരികയാണ്. ഇങ്ങനെ വിഷമം കൂടുന്ന സമയത്ത് ഒരുപക്ഷെ അത് കുട്ടികളെ ബാധിക്കും, കുട്ടികളുമായിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യത്തിന് ബാധിക്കും. മീൻസ് ഒരു സ്പോക്ക് മറ്റ് പല സ്പോക്കുകളെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് അതെന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ അതിന്റെ എല്ലാ സ്പോക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൊണ്ടായിരിക്കും. സോ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ആരോഗ്യത്തിന്റെ മേഖലയിൽ മാറ്റം ഉണ്ടാകാൻ പറ്റുക. താങ്ക് യു.